അപ്പോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന അപ്സരയും അതുപോലെ തന്നെ അൻസിബയും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ് മീഡിയയുടെ മുമ്പിൽ എങ്ങനെയായിരിക്കും സംസാരിക്കുക, ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ കുറിച്ച് എന്തൊക്കെയായിരിക്കും പറയുക എന്ന കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു CS റോക്കർ. സുഖം വിചാരിക്കുന്നു. ഒടുവിൽ അപ്സര ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആരായിരിക്കും ടോപ്പ് 5 ഉണ്ടാവുക എന്നൊരു ചോദ്യത്തിന് അപ്സരയുടെ ഉത്തരം ഇങ്ങനെയായിരിക്കും: സിജു ഉണ്ടാവും, അർജുൻ ഉണ്ടാവും, ജാസ്മിൻ ഉണ്ടാവും, പിന്നെ ജിൻഡോയും നന്ദനയും ഉണ്ടാവും. ഋഷിന്റെയും അഭിഷേകിന്റെയും പേര് പറയാൻ ഒട്ടും സാധ്യതയില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതേ സമയത്ത് ബിഗ് ബോസ് വീട്ടിൽ എന്ന് പറഞ്ഞ ഇത്രയും വലിയൊരു ഹോട്ട് ആയിട്ടുള്ള പ്രഷർ കുക്കറായിട്ടുള്ള ഈ സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങി വീട്ടിൽ പോയി 2 കട്ടനം കുടിച്ച് സമാധാനത്തോടെ ഇരിക്കാമെന്ന് വിചാരിക്കുമ്പോൾ അവിടെയല്ലേ നമ്മുടെ ആൽബിച്ചേട്ടനും മാരാറും കൂടെ തമ്മിൽ ഒരു പൊരിഞ്ഞടി നടക്കുന്നത്. അപ്പൊ അവിടെയും സമാധാനമില്ല. അങ്ങനെ അപ്സരയുടെ ജീവിതം ഒരു ക്വസ്റ്റ്യൻ മാർക്കായി അവിടെ നിൽക്കുകയാണ്. അതേ സമയത്ത് അൻസിബ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്ത് തേങ്ങയായിരിക്കും പ്രതികരിക്കുക എന്ന് പലവർക്കും ഡൗട്ട് ഉണ്ട്. ആ ഡൗട്ട് ഇപ്പൊ തീർത്തു തരാം. ടോപ്പ് 5 ആരൊക്കെ വരുമെന്ന ചോദ്യത്തിന് അൻസിബ പറയാനുള്ള സാധ്യത കൂടുതൽ ഇങ്ങനെയായിരിക്കും. അതായത് സിജു ഉണ്ടാവും, അർജുൻ ഉണ്ടാവും, ജാസ്മിൻ ഉണ്ടാവില്ല, ജിൻഡു ഉണ്ടാവും, നന്ദന ഒന്നും ഉണ്ടാവില്ല, പിന്നാരുണ്ടാവും, നോറ ചിലപ്പോൾ ഉണ്ടാവും എന്ന് പറയും. കപ്പാരടിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഋഷിന്റെ പേര് ഞാൻ പറഞ്ഞു, സോറി, ഋഷി കപ്പടിക്കും എന്ന് തന്നെയാ പറയാൻ പോകുന്നേ, ഉറപ്പായിരിക്കും. വീട്ടിൽ ചെന്ന് മൊബൈൽ എടുത്ത് ഋഷി ലാസ്റ്റ് അല്ലേ, വെറുതെ അവന്റെ പേര് പറഞ്ഞു എന്ന് തന്നെയായിരിക്കും ആലോചിക്കുക. പിന്നെ കൂട്ടുകാരനെ ഒറ്റ കൊടുക്കാൻ പറ്റില്ലല്ലോ, കൂട്ടുകാരന്റെ പേര് എന്തായാലും പറഞ്ഞിരിക്കണമല്ലോ. അതുകൊണ്ട് ഋഷി കപ്പടിക്കും എന്ന് പറയും. അൻസിബ ഋഷിനെ വിട്ടുകൊടുക്കുന്ന ഒരു സാധ്യത എനിക്ക് തോന്നുന്നില്ല. അതേ സമയത്ത് നമ്മുടെ അത്രയ്ക്കാണ് ഇപ്പൊ പെട്ട അവസ്ഥ എന്ന് തന്നെ പറയാം. അപ്സരയോട് ആരായിരിക്കും ടൈറ്റിൽ വിന്നർ ആവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിൻഡോയുടെ പേര് തന്നെ കറക്റ്റ് ആയിട്ട് വ്യക്തമായിട്ട് പറയുന്നത് തന്നെയാണ് എന്റെ ഒരു കൽപ്പന. അപ്പൊ അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് ബിഗ് ബോസ് വീട്ടിൽ ആര് കപ്പടിക്കണം എന്നാണ് ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യാം കേട്ടോ. അതേ സമയത്ത് ഇപ്പോഴാണെങ്കിൽ ജിൻഡോയ്ക്ക് മെഡിക്കൽ അല്ലെങ്കിൽ ഫിസിക്കലി കുറച്ച് ഡൗൺ ഒക്കെ ആയിരിക്കുന്നതുകൊണ്ട് തന്നെ മെഡിക്കൽ ഇഷ്യൂസിന്റെ പേരിൽ നമ്മുടെ ജിൻഡോ ചേട്ടൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താവുകയാണെങ്കിൽ കപ്പടിക്കാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത ജാസ്മിന് തന്നെയാണ്. അതേ സമയത്ത് അടുത്ത നോമിനേഷൻ എന്തായാലും നോറ, ജാസ്മിൻ ഒക്കെ പുറത്തിറങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്രാവശ്യത്തിൽ നല്ല ടോപ്പ് 5 എത്തുമെന്ന് നമ്മൾ പ്രെഡിക്ട് ചെയ്തുകൊണ്ടിരുന്ന അപ്സരയും അതുപോലെ തന്നെ അൻസിബയും കൂടിയാണ് ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നത്. നല്ല ടഫ് പ്ലെയർ ആയിരുന്നു. അവർക്ക് കുറച്ചും കൂടെ ടോപ്പ് 10 വരേണ്ട ആൾക്കാർ തന്നെ ആയിരുന്നു എന്ന് തന്നെ ഞാൻ പറയും. അവർക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് അവർ പുറത്തു പോയിട്ടുള്ളത്. അപ്പൊ അതേ സമയത്ത് നമ്മുടെ നന്ദൻ അടുത്ത നോമിനേഷനിൽ പോകും, നോറ അടുത്ത നോമിനേഷനിൽ പോകും. അപ്പൊ ബാലൻസ് ജിൻഡോ ചേട്ടൻ ഉണ്ട്. ജിൻഡോ ചേട്ടൻ കപ്പടിക്കുന്നതാണ് നമ്മൾ ഇത്രയും ദിവസം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ജിൻഡോയ്ക്ക് മെഡിക്കൽ ഇഷ്യൂസ് എന്തെങ്കിലും വന്ന് ബിഗ് ബോസ് അവരെ പുറത്താക്കുകയാണെങ്കിൽ ജിൻഡോനെ കപ്പ് സ്വാഭാവികമായിട്ട് ജാസ്മിന് തന്നെ പോവും. അങ്ങനെ ജാസ്മിനെ തന്നെ എത്തിക്കാനാണ് ബിഗ് ബോസ് കിടന്ന് പരാക്രമിക്കണേന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം മറക്കാണ്ട് രേഖപ്പെടുത്തുക. അപ്പൊ ഇതുപോലത്തെ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിന് മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞാൻ നിങ്ങളുടെ സ്വന്തം CS റോക്കേഴ്സ്.